നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കഞ്ചിക്കോട് IITയിൽ വിദ്യാർത്ഥിനിയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസ് പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ പോലീസ് പാലക്കാട്ട് എത്തിച്ചു. നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളിയെ പോലീസ് പിടികൂടിയത് കൊൽക്കത്തയിൽ നിന്ന്. പ്രതി പരിക്കേൽപ്പിച്ചത് തമിഴ്നാട് സേലം സ്വദേശിനിയും വിദ്യാർത്ഥിനിയുമായ അശ്വതി കണ്ണനു നേരെ. ഗൾഫ് യുദ്ധത്തിന്റെ മറവിൽ പെട്രോൾ ഡീസൽ കരിഞ്ചന്ത വിൽപ്പന താഴ്ച വളരുകയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KS അലിഗ. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൊതുവിപണിയിൽ ഇടപെടാതെ പരാജയമായി മാറിയെന്നും KS അലിഗ. ഇന്ധന വില വർധനവിനെതിരെ പാലക്കാട്ട് CPMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി. ഒറ്റപ്പാലത്തും കോട്ടായിലും CPMന്റെ പ്രതിഷേധം. തൃശൂർ DMO ഓഫീസിലേക്ക് തൃശൂർ ജൂബിലി അമല ആശുപത്രികളിലെ UNA നഴ്സുമാരുടെ പ്രതിഷേധ മാർച്ച്. മാർച്ച് സംഘടിപ്പിച്ചത് ആശുപത്രികളിലെ നഴ്സുമാർ സമരത്തിനായതിനാൽ നഴ്സിംഗ് വിദ്യാർത്ഥിനികളെയും ജീവനക്കാരെയും ഉപയോഗിച്ച് ചികിത്സ നടത്തുന്നുവെന്ന ആരോപണമുയർത്തി. പ്രശ്നം ഉടൻ പരിഹരിക്കണമെന്ന് സമര നേതാക്കൾ. ഒരാഴ്ചയ്ക്കുള്ളിൽ ശാശ്വത പരിഹാരം കാണുമെന്ന് ഡെപ്യൂട്ടി DMOയുടെ ഉറപ്പ്. കേളശ്ശേരിയിൽ കൊയ്ത്തു കഴിഞ്ഞ 3 മാസമായിട്ടും നാളിതുവരെ കർഷകർക്ക് കിട്ടേണ്ട നെല്ലിന്റെ സംഭരണ വില കിട്ടാത്തതിൽ കർഷകർ ആശങ്കയിൽ. പല കർഷകർക്കും PRS സൊസൈറ്റിയിലേക്ക് അടിച്ചു വന്നെങ്കിലും ധനകാര്യ സ്ഥാപനമാറ്റവും കർഷകർക്ക് പ്രതിസന്ധി. കർഷകർക്ക് ഉടൻ പണം ലഭ്യമാക്കാൻ സർക്കാർ ഇടപെടണമെന്ന് BJP പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് MP ശ്രീകുമാർ മാസ്റ്റർ. കേരളത്തിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യകാർഷിക വസ്തുവായി പരിഗണിച്ച് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും നിയമാനുസൃതവും സുരക്ഷിതവുമായി കന്നുകാലികളെ കച്ചവടം ചെയ്യുന്നതിന് സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കേരള കന്നുകാലി ആൻഡ് മാംസ വ്യാപാര ക്ഷേമ സമിതി. മേഖലയിൽ 2-3 വർഷമായി ലഭ്യതക്കുറവും ഭീമമായ വിലയും കേരളത്തിലെ ഇറച്ചി മാർക്കറ്റിൽ വിലവർധനയ്ക്ക് കാരണമായതായും സംസ്ഥാന സമിതി നേതാക്കൾ. ജന്തുദ്രോഹം ആരോപിച്ച് സംഘടിതമായി പിടിച്ചെടുത്ത് കേസെടുത്ത് ഗോശാലകളിലേക്ക് അയക്കുന്ന നടപടി പ്രതിഷേധാർഹമെന്നും നേതാക്കൾ. പട്ടിയെ കൊന്ന് കുടിവെള്ള ടാങ്കിലിട്ട സാമൂഹ്യദ്രോഹി. പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലെ കൊല്ലങ്കോട് പറമ്പ് കുടിവെള്ള ടാങ്കിലാണ് സാമൂഹ്യദ്രോഹിയുടെ കൊടുംക്രൂരത. 20ഓളം കുടുംബങ്ങളുടെ കുടിവെള്ള സ്രോതസ് മുട്ടിച്ച സാമൂഹ്യദ്രോഹിയെ കണ്ടെത്തി കടുത്ത ശിക്ഷ നൽകണമെന്ന് പ്രദേശവാസികൾ. കുട്ടികളുടെ എണ്ണത്തിന് അനുബന്ധിച്ചാണ് സ്കൂളിൽ അധ്യാപക തസ്തികകൾ അനുവദിക്കാൻ കഴിയുമെന്നും വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നത് ഭാവിയിൽ തൊഴിൽ സാധ്യതകളെ ബാധിക്കുമെന്നും പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആസിഫ് അലിയാർ. ഇന്നത്തെ സാഹചര്യത്തിൽ കുട്ടികളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ വേദികൾ ഇല്ലാത്തത് ആശങ്കാജനകമാണെന്നും ആസിഫ് അലിയാർ. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ആത്മബന്ധം മുൻകാലത്തെ പോലെ ശക്തമല്ലെന്നും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ. കോങ്ങാട്ടിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലെക്സ് സ്ഥാപിച്ച അർജന്റീന ഫാൻസിന് മറുപടിയുമായി കോങ്ങാട്ടെ ബ്രസീൽ ഫാൻസ്. 160 അടി നീളമുള്ള അർജന്റീന ഫ്ലെക്സിനെ ബ്രസീൽ ഫാൻസ് മറികടന്നത് 182 അടിയുള്ള ഫ്ലെക്സുമായി. പിന്നാലെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലും കളം പിടിച്ചതോടെ കോങ്ങാട് മണ്ണ് ലോകകപ്പ് ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ ഇടം പിടിച്ചു. 2026 ലോകകപ്പ് തങ്ങൾക്കെന്ന് ബ്രസീൽ ഫാൻസ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കഞ്ചിക്കോട് IITയിൽ വിദ്യാർത്ഥിനിയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ പോലീസ് പാലക്കാട് എത്തിച്ചു. നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളിയെ കൊൽക്കത്തയിൽ നിന്നുമാണ് ദിവസങ്ങൾക്ക് മുൻപ് കസബ പോലീസ് പിടികൂടിയത്. കഞ്ചിക്കോട് IITയിലെ 4ാം വർഷ ഡേറ്റാ സയൻസ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി തമിഴ്നാട് സേലം സ്വദേശിനി അശ്വനി കണ്ണനാണ് ക്രൂരമായ ആക്രമണം നേരിട്ടത്. കഞ്ചിക്കോട് IITയിലെ 4ാം വർഷ ഡേറ്റാ സയൻസ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി തമിഴ്നാട് സേലം സ്വദേശിനി അശ്വനി കണ്ണനാണ് ക്രൂരമായ ആക്രമണം നേരിട്ടത്. കഴിഞ്ഞ ഫെബ്രുവരി 23-നായിരുന്നു ക്യാമ്പസിനെ നടുക്കിയ സംഭവം നടന്നത്. അക്കാദമിക് ബ്ലോക്കിൽ നിന്നും ഡൈനിങ് ഹാളിലേക്ക് മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പം നടന്നു പോകുമ്പോഴായിരുന്നു അശ്വനി കണ്ണന് നേരെ ആക്രമണമുണ്ടായത്. മറ്റു വിദ്യാർത്ഥികൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചോര വാർന്ന് ബോധം പോയി നിലത്ത് കിടക്കുന്ന അശ്വനിയെയായിരുന്നു കണ്ടത്. ഉടൻ തന്നെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയായിരുന്നു. CCTVകൾ കേന്ദ്രീകരിച്ചും വിദ്യാർത്ഥികൾക്കിടയിലും അന്വേഷണം നടത്തിയിട്ടും പ്രതിയെക്കുറിച്ച് സൂചന ലഭിക്കാതെ വന്നതോടെയാണ് IITയിലെ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത്. പണി ഉപേക്ഷിച്ച് പോയവരിലേക്ക് അന്വേഷണം നീണ്ടതോടെയാണ് പ്രതിയെന്ന് സംശയിക്കുന്നയാളെ കൊൽക്കത്തയിൽ നിന്നും പിടികൂടാനായത്. ഇയാളെ IITയിൽ എത്തിച്ച് തിരിച്ചറിയൽ പരേഡ് ഉൾപ്പെടെയുള്ള തെളിവെടുപ്പ് നടത്തി കോടതിയിൽ ഹാജരാക്കും. അതേസമയം പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അശ്വനി കണ്ണൻ ഇതുവരെ കോളേജിൽ തിരികെ എത്തിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ ജൂബിലി അമല ആശുപത്രികളിലെ UNA നഴ്സുമാരുടെ നേതൃത്വത്തിൽ തൃശൂർ DMO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ജൂബിലി അമല ആശുപത്രികളിലെ നഴ്സുമാർ സമരത്തിൽ ആയതിനാൽ നഴ്സിംഗ് വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും ഉപയോഗിച്ച് ചികിത്സ നടത്തുന്നു എന്ന് ആരോപിച്ചായിരുന്നു സമരം. 1 മണിക്കൂറിനുള്ളിൽ പരാതിയിൽ തീരുമാനമായില്ലെങ്കിൽ DMO ഓഫീസിലേക്ക് ഇരച്ചു കയറുമെന്നും
സംഘടന വ്യക്തമാക്കി. ഒരാഴ്ചയ്ക്കുള്ളിൽ പരാതിയുടെ ഉചിതമായ നടപടി സ്വീകരിക്കാമെന്ന് ഡെപ്യൂട്ടി DMOയുടെ ഉറപ്പിനെ തുടർന്നാണ് സമരക്കാർ പിൻവാങ്ങിയത്. മാർച്ചിന് ശേഷം നഴ്സുമാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. സമരം UNA സംസ്ഥാന പ്രസിഡന്റ് ഷോബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ വളരെ ക്ലിയറാണ്, ന്യായമാണ്, അത് ന്യായമായി ലഭിക്കുമെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ്. പക്ഷേ ഈ സമരത്തോട് വളരെ അന്യായമായ രീതിയിൽ മുഖതിരിച്ചുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ ഭരണ രാഷ്ട്രീയ അധികാര മേഖലകളെല്ലാം കടന്നു പോവുക. നമുക്കറിയാം, ലേബർ ഓഫീസിൽ ചർച്ചകൾ വിളിക്കുന്ന ചർച്ചകൾ ഞായറാഴ്ച പോലും ക്യാൻസൽ ചെയ്യുന്നു. ആര് ക്യാൻസൽ ചെയ്തു, എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്തു, എന്താണ് റീസൺ എന്ന് ചോദിക്കുമ്പോൾ അതുപോലും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒരുങ്ങിയിരുന്നോ, അടുത്തത് കളക്ടറേറ്റിലേക്കും ലേബർ ഓഫീസിലേക്കൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പിന്തിരിയാൻ ഒരു കാരണവശാലും തയ്യാറല്ല. കാരണം ഞങ്ങൾ ചോദിക്കുന്നത് ഈ നാട്ടിൽ മാന്യമായി ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. 10-15 വർഷം മുൻപ് 500, 1000, 2000 ഒക്കെ മാനേജ്മെന്റിന് കൊടുത്തിട്ട് അസംഘടിതമായി കിടന്ന് ജോലി ചെയ്തിട്ടുള്ളവരാണ് ഞങ്ങൾ. പക്ഷേ ഈ കാലം കൊണ്ട് ഞങ്ങൾ ഈ മേഖലയിൽ ഇത്രയും മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് സമരത്തിലൂടെ വിശ്വാസത്തോടെ തന്നെയാണ്. ജൂബിലി അമല ആശുപത്രികളിലെ 1000-ഓളം നഴ്സുമാർ സമരത്തിൽ പങ്കെടുത്തു. നഴ്സുമാർ സമരത്തിലായതിനാൽ നഴ്സിംഗ് വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും ഉപയോഗിച്ച് ചികിത്സ നടത്തിയെന്ന് ആരോപിച്ചു. കഴിഞ്ഞ 9-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട് UNA തൃശൂർ DMOക്ക് പരാതി നൽകിയിരുന്നു. 1 മാസമായിട്ടും പരാതിയിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നാരോപിച്ചാണ് പ്രതിഷേധ സമരം. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ നഴ്സുമാരുടെ പരാതിയിൽ ഉചിതമായ നടപടി സ്വീകരിക്കാമെന്ന ഡെപ്യൂട്ടി DMOയുടെ ഉറപ്പിന്മേലാണ് പിന്നീട് സമരം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഗൾഫ് യുദ്ധത്തിൻ്റെ മറവിൽ രാജ്യത്തെ പെട്രോൾ, ഡീസൽ, കരിഞ്ചന്ത തഴച്ചു വളരുകയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KS അലിക. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൊതുവിപണിയിൽ ഇടപെടാതെ പരാജയമായി മാറിയെന്നും അവർ കുറ്റപ്പെടുത്തി. ഇന്ധന വില വർധനവിനെതിരെ CPM പാലക്കാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KS അലിക. ഗൾഫ് മേഖലയിൽ യുദ്ധം ആറ്റിക്കുകയും ഇന്ധനവില ക്രമാതീതമായി ഉയരുകയും ചെയ്തതോടെ വിലക്കയറ്റം ജനജീവിതം നാൾക്കുനാൾ ദുസ്സഹമാക്കുകയാണ്. അമേരിക്കൻ നികുതി ഘടനയ്ക്ക് രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയെ തീരെഴുതുന്ന കേന്ദ്രനയമാണ് രാജ്യത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടത്. ഹോട്ടൽ മേഖലയുൾപ്പെടുന്ന ചെറുകിട വ്യാപാര മേഖലകളും പൊതുഗതാഗതവും സ്തംഭിച്ചതോടെ ലക്ഷക്കണക്കിന് പേരാണ് ഏതാനും മാസങ്ങൾക്കകത്ത് തൊഴിൽ രഹിതരായത്. ആഗോള ഉദാരവൽക്കരണ നയത്തിന്റെ ഭാഗമായി ഇന്ധനവില നിയന്ത്രണം കമ്പനികൾക്ക് കൈമാറിയതോടെ ഇന്ധന കമ്പനികൾ കൊള്ളലാഭത്തിനായി വില വർധനവ് നടപ്പിലാക്കുകയാണ്. വിലക്കയറ്റം നിയന്ത്രിക്കാനായി പൊതുവിപണിയിൽ ഇടപെടേണ്ട സർക്കാർ കരിഞ്ചന്തകൾക്ക് സംരക്ഷണമൊരുക്കുകയാണ്. രാജ്യത്തിലെ കോടിക്കണക്കിന് പേർ വരുമാനമില്ലാതെ ദാരിദ്ര്യത്തിലകപ്പെടുമ്പോഴും രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക മേഖല തകർക്കുന്ന കേന്ദ്ര സർക്കാർ അമേരിക്കൻ നികുതി ഘടനയ്ക്ക് കുട പിടിക്കുകയാണെന്നും സലീഖ കുറ്റപ്പെടുത്തി. ഏറ്റവും പ്രധാനപ്പെട്ട കരിമണൽ ഖനന മേഖലയിലേക്ക് അദാനി ഗ്രൂപ്പിനെ പോലെ, കോർപ്പറേറ്റ് ഗ്രൂപ്പിനെ പോലുള്ള ആളുകൾക്ക് കടന്നു വരാൻ ഈ കേരളവും അവസരമൊരുക്കുകയാണ്. KML പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രം അവകാശമുണ്ടായിരുന്നിടത്തേക്ക് സ്വകാര്യ കമ്പനികൾക്ക് കടന്നു വരാൻ കേരളത്തിലെ ഭരണകൂടവും അവസരമൊരുക്കുന്നു. കേന്ദ്രത്തിന്റെ അതേ വഴിയിൽ തുടരുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒക്കെ തകർത്തു കേന്ദ്രം, ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർത്തു കേന്ദ്രം. ആ നിലയിൽ കേരളവും മുന്നോട്ട് പോകുമ്പോൾ നോക്കി നിൽക്കാനാവുമോ? ഏരിയ കമ്മിറ്റി അംഗം അജിത് സക്കറിയ അധ്യക്ഷനായി. പാലക്കാട് ഏരിയ സെക്രട്ടറി K കൃഷ്ണൻകുട്ടി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് നാസിം, V സരള, CM അബ്ദുൾ റഹ്മാൻ, V സുരേഷ്, MT ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനയിൽ പ്രതിഷേധിച്ച് CPM കുഴൽമന്ദം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടായി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V പൊന്നുകുട്ടൻ ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V പൊന്നുകുട്ടൻ ജനകീയ പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ കോൺഗ്രസ് ആണ്, കേരളത്തിലെ UDF ആണ്. ഇപ്പോ കഴിഞ്ഞ 4 തവണയായി വർദ്ധിപ്പിച്ച എണ്ണയുടെ അധിക നികുതി എന്ന് പറയുന്നത് കേരളത്തിന് ലഭിച്ചത് 1100 കോടിയാണ്. 1100 കോടി രൂപയുടെ ലാഭം സംസ്ഥാന ഗവൺമെന്റിനുണ്ടായിട്ടും ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോ അധിക നികുതി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട VD സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ മാതൃക കാണിക്കേണ്ടതല്ലേ? എന്തേ അധിക നികുതി ഒഴിവാക്കാത്തത്?
CPM കുഴൽമന്ദം ഏരിയ സെക്രട്ടറി A. അനിതാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം V. മോഹനൻ സ്വാഗതവും CPM കോട്ടായി ലോക്കൽ സെക്രട്ടറി KP രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പെട്രോൾ, ഡീസൽ, പാചകവാതക എന്നിവയുടെ വിലക്കയറ്റവും പ്രതിസന്ധിയും പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി CPM ഏരിയ കമ്മിറ്റി ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR മുരളി ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം AKG മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ അവസാനിച്ചു. പ്രിയമുള്ളവരെ, വിലക്കയറ്റത്തിന്റെ പൊരിവെയിലേക്ക് മാലോകരെ എടുത്തെറിഞ്ഞ കേന്ദ്ര BJP സർക്കാരിനെതിരായ പ്രതിഷേധത്തിൽ അണിനിരക്കുക. പ്രിയമുള്ളവരെ, കേന്ദ്ര BJP സർക്കാർ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാനം എന്തേ നികുതി കുറയ്ക്കാത്തതെന്ന് വീമ്പിളക്കിയ കേരള മുഖ്യൻ VD സതീശൻ. തുടർന്ന് നടന്ന ധർണ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR മുരളി ഉദ്ഘാടനം ചെയ്തു. നേതാവിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ചായക്കട തുടങ്ങിയ BJP-കാരന്റെ കട വരെ പൂട്ടി. BJP-കാരന്റെ കടയിൽ പൂട്ടി. നാട്ടുംപുറത്ത് തട്ടുകടകൾ പൂട്ടുന്നു, ചായക്കടകൾ പൂട്ടുന്നു, ഹോട്ടലുകൾ പൂട്ടുന്നു. നിത്യോപയോഗ വസ്തുക്കളുടെ ലഭ്യത കുറവ് മൂലം ഇതെല്ലാം പൂട്ടുന്നതിൻ്റെ ഭാഗമായി തൊഴിൽ നഷ്ടപ്പെടുകയാണ് സാധാരണക്കാരൻ. ഉപജീവന മാർഗം എന്ന നിലയിൽ ചെറിയൊരു പെട്ടിക്കട നടത്തി ജീവിച്ചിരുന്നയാൾ അത് പൂട്ടേണ്ടി വന്നതിനാൽ ഇപ്പോൾ പട്ടിണിയിലാണ്. ഏരിയ കമ്മിറ്റി അംഗം U. രാജഗോപാൽ അധ്യക്ഷനായി. ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം MIA റസാക്ക് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരളത്തിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യകാർഷിക വസ്തുവായി പരിഗണിച്ച് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും നിയമാനുസൃതവും സുരക്ഷിതവുമായി കന്നുകാലികളെ കച്ചവടം ചെയ്യുന്നതിന് സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കേരള കന്നുകാലി ആൻഡ് മാംസ വ്യാപാരക്ഷേമ സമിതി സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. മേഖലയിൽ 2-3 വർഷമായി ലഭ്യതക്കുറവും ഭീമമായ വിലയും കേരളത്തിലെ ഇറച്ചി മാർക്കറ്റിൽ വില വർധനയ്ക്ക് കാരണമായെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ജന്തുദ്രോഹം ആരോപിച്ച് സംഘടിതമായി പിടിച്ചെടുത്ത് കേസെടുത്ത് ഗോശാലയ്ക്ക് അയക്കുന്ന നടപടി പ്രതിഷേധാർഹമാണെന്നും നേതാക്കൾ പറഞ്ഞു. കേരളത്തിലെ പരമ്പരാഗതമായ കന്നുകാലി വ്യാപാര രംഗം അനുദിനം തകർച്ച നേരിടുകയാണ്. കേരളത്തിലെ പ്രധാന കാലിച്ചന്തകളായ വാണിയംകുളവും പെരുമ്പിലാവ്, കുഴൽമന്ദം ഉൾപ്പെടെയുള്ള 100-ലധികം വരുന്ന ഗ്രാമീണ കാലിച്ചന്തകളിൽ 2 ലക്ഷത്തിലധികം പേർ മാംസം, എല്ല്, പാൽ, തോല് വിപണികളിലൂടെ ജീവിക്കുന്നു. ആന്ധ്ര, ഒഡീഷ, കർണാടക, മഹാരാഷ്ട്ര, തെലുങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നും ഭീമമായ വില കൊടുത്ത് വാങ്ങി കേരളത്തിലെ കാലിച്ചന്തകളിൽ വിൽപ്പന നടത്തുന്ന ഈ മേഖല കഴിഞ്ഞ 2-3 വർഷമായി ലഭ്യതക്കുറവും ഭീമമായ വിലയും കേരളത്തിലെ ഇറച്ചി മാർക്കറ്റിൽ വില വർധനയ്ക്ക് കാരണമാകുന്നുണ്ട്. ജന്തുദ്രോഹവും പശുക്കടത്തും ആരോപിച്ച് പിടിച്ചെടുത്ത കന്നുവണ്ടികളും കേസിലകപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ട് വ്യാപാരികൾ തീർത്തും നിസ്സഹായരാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യകാർഷിക വസ്തുവായി പരിഗണിച്ച് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും നിയന്ത്രണാനുസൃതം സുരക്ഷിതമായി കന്നുകാലികളെ കച്ചവടം ചെയ്യുന്നതിനാവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും തെലുങ്കാനയിലും സമീപകാലത്ത് ജന്തുദ്രോഹ നടപടികൾ ആരോപിച്ച് സംഘടിതമായി പിടിച്ചെടുത്തു. ഗോശാലകളിലേക്ക് അയക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് വാണിയംകുളത്ത് നടന്ന പ്രതിഷേധ സംഗമം സംസ്ഥാന പ്രസിഡന്റ് കല്ലങ്കിൽ മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഇവർ ആ ഭാഗത്തുള്ള ഗ്രാമീണ ചന്തകളൊക്കെ അടക്കപ്പെട്ടു. പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറ്റിയിട്ട് വരാമെന്ന് പറയുമ്പോഴാണ് അതായത് ഇവിടുത്തെ ഗ്രാമീണരെ പറയുന്നത് ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചന്ത നടക്കാൻ പോകണമെന്നാണ് നടക്കേണ്ട അവർ. ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറഞ്ഞു നിർത്തി. ഈ പ്രാവശ്യം അത് കഴിഞ്ഞിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞ 2-ാം തീയതി കന്നുകാലി കയറ്റി വരുമ്പോൾ ആന്ധ്രാപ്രദേശിൽ വെച്ച് 18 പേരെ പൊരുത്തപ്പെട്ടു. 10 വണ്ടികൾ ഇപ്പോൾ FIR ആയിട്ടുണ്ട്, 8 വണ്ടികൾ പല ഭാഗങ്ങളിലും. ഇത് ഇവിടെ മാത്രമല്ല, ആന്ധ്രയിൽ മാത്രമല്ല, കർണാടകയിലുണ്ട്, അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലുണ്ട്, അതുപോലെ തന്നെ തെലങ്കാനയിലുണ്ട്. ഞങ്ങൾക്ക് ആവശ്യം, ഞങ്ങൾ ഇപ്പോഴത്തെ പ്രതിഷേധം എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് അടുത്ത സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എന്താണോ ഗവൺമെൻറ് വെക്കുന്നത് ഡിമാൻഡ് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തയ്യാറാണ്. ഈ അസംഘടിത മേഖലയിൽപ്പെട്ട ജനങ്ങളെ സംരക്ഷിക്കുന്ന ഈ മേഖലയിൽ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ വഴിയാധാരാണ്. AK യൂസഫ്, TA ആദം, T ചെറിയാവ്, K സുരേഷ് ബാബു, K രാജൻ, MK ഉമ്മർ, മൻസൂർ പുളിക്കൽ, N അബ്ദുറഹിമാൻ മോനു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരളശ്ശേരിയിൽ കൊയ്ത്ത് കഴിഞ്ഞ് 3 മാസമായിട്ടും നാളിതുവരെ കർഷക നെല്ലിൻ്റെ സംഭരണ വില കിട്ടാത്തതിൽ കർഷകർ ആശങ്കയിൽ. പല കർഷകർക്കും PRS സൊസൈറ്റിയിലേക്ക് അടിച്ചു വന്നെങ്കിലും പുതിയ സർക്കാരിൻ്റെ ധനകാര്യ സ്ഥാപന മാറ്റവും കർഷകർക്ക് പ്രതിസന്ധിയിലായി. കർഷകർക്ക് ഉടൻ പടൻ ലഭ്യമാക്കുന്നതിനായി സർക്കാർ ഇടപെടണമെന്ന്
BJP ജില്ലാ വൈസ് പ്രസിഡന്റും പാടശേഖര സമിതി കൺവീനറുമായ MP ശ്രീകുമാർ മാസ്റ്റർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ സർക്കാർ നെല്ലിന്റെ സംഭരണ വില പാലക്കാട് ജില്ലയിൽ സൊസൈറ്റികൾ മുഖേന നൽകാൻ തീരുമാനിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കർഷകരോടും സൊസൈറ്റികളിൽ അക്കൗണ്ടുകൾ തുടങ്ങാൻ പറഞ്ഞിരുന്നു. 500 രൂപ മുടക്കി പുതിയ അക്കൗണ്ട് മിക്ക കർഷകരും ആരംഭിച്ചിരുന്നു. എന്നാൽ പുതിയ സർക്കാർ വന്നതിന് ശേഷം നെല്ലിന്റെ സംഭരണ വില കനറ ബാങ്ക് വഴിയോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴിയോ നൽകാമെന്നാണ് പറയുന്നത്. കർഷകരെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും വ്യത്യസ്തമായ ബാങ്കുകളിൽ അക്കൗണ്ട് തുടങ്ങാൻ വലിയ സംഖ്യ അനാവശ്യമായി ചെലവാക്കേണ്ടി വരുന്നു. പല കർഷകർക്കും PRS സൊസൈറ്റികളിലേക്ക് അടിച്ചു വന്നിട്ടുണ്ട്. ആ കർഷകർ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശം ലഭിച്ചിട്ടില്ല. PRS അടിച്ചു വന്നിട്ടില്ലാത്തവർക്ക് ഏത് ബാങ്കിലേക്കാണ് എന്നും കൃത്യമായ നിർദ്ദേശം ലഭിച്ചിട്ടില്ലാത്തതിനാൽ കർഷകർ കടുത്ത ആശങ്കയിലാണ്. കർഷകർക്ക് ഉടൻ പണം ലഭ്യമാക്കുന്നതിന് വേണ്ടി സർക്കാർ ഇടപെടണമെന്ന് BJP ജില്ലാ വൈസ് പ്രസിഡന്റും കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗവും പാടശേഖര സമിതി കൺവീനറുമായ MP ശ്രീകുമാർ മാസ്റ്റർ ആവശ്യപ്പെട്ടു. കർഷകർ 500 രൂപ മുടക്കിയിട്ടാണ് മെമ്പർഷിപ്പ് ഇല്ലാത്തവർ അവിടെ അക്കൗണ്ട് ചേർന്നത്. അതിനുശേഷം മാറി വന്ന സർക്കാർ പറയുന്നു ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും കനറ ബാങ്കിലേക്കുമാണ് കൊടുക്കുന്നത്. കർഷകരെ സംബന്ധിച്ചിടത്തോളം പണം കിട്ടാത്തൊരു സാഹചര്യമാണ്. കഴിഞ്ഞ 2-3 മാസമായിട്ട് വളരെയധികം ദാരിദ്ര്യത്തിലാണ് ഇപ്പോഴത്തെ കർഷകർ. അതുകൊണ്ട് ഉടനടി തന്നെ ഈ PRS ഏത് ബാങ്കിലേക്കാണോ ആ ബാങ്കിൽ നിന്ന് കർഷകർക്ക് ഉടൻ തന്നെ പണം കിട്ടാനുള്ള സംവിധാനം ബന്ധപ്പെട്ട വകുപ്പും സർക്കാരും ചെയ്യണം എന്നാണ് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടിയെ കൊന്ന് കുടിവെള്ള ടാങ്കിലിട്ട് സാമൂഹ്യ ദ്രോഹിയുടെ കൊടും ക്രൂരത. പാലക്കാട് ജില്ലയിലെ കണ്ണാടി പഞ്ചായത്തിലെ കൊല്ലങ്കോട് പറമ്പിലെ കുടിവെള്ള ടാങ്കിലാണ് പട്ടിയെ കൊന്നിട്ടിരിക്കുന്നത്. 20ഓളം കുടുംബങ്ങളുടെ കുടിവെള്ള സ്രോതസ്സാണ് മുട്ടിച്ചിരിക്കുന്നത്. സാമൂഹ്യദ്രോഹിയെ ഉടൻ കണ്ടെത്തി ശിക്ഷിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. 20ഓളം കുടുംബങ്ങൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന കുടിവെള്ള ടാങ്കിലാണ് പട്ടിയെ കൊന്നിട്ടത്. ഏറെ നാളുകളായി വെള്ളം ഉപയോഗിച്ചിരുന്ന ജനങ്ങൾ രൂക്ഷ ദുർഗന്ധം വന്നതോടെയാണ് ടാങ്ക് തുറന്ന് പരിശോധിച്ചത്. പട്ടിയുടെ ജഡം അഴുകി പുഴുവരിച്ച നിലയിലായിരുന്നു. സംഭവത്തിൽ നാട്ടുകാർ പരാതി നൽകിയതോടെ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. 20ഓളം കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ച സാമൂഹ്യദ്രോഹിയെ കണ്ടെത്തി കഠിന ശിക്ഷ ഉറപ്പാക്കണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം. കൊന്നിട്ട് അതിന്റെ ഉള്ളിൽ കൊണ്ട് ഇട്ടിരിക്കുകയാണ്. ടാങ്കിനുള്ളിൽ നായനെ തല്ലി കൊന്ന് അതിന്റെ ഉള്ളിൽ ഇട്ടിരിക്കുകയാണ്. ഞങ്ങൾ കുടിക്കുന്ന വെള്ളമാണ്. ഞങ്ങൾ എവിടെ പൈപ്പില് വെള്ളം വരില്ല. ഇതിനാണ് വെള്ളം കൊണ്ടുപോയിട്ട് എല്ലാവരും വെക്കുന്ന പുറത്ത് എല്ലാ ഭാഗത്തും ആൾക്കാരും 3-4 വീട്ടുകാർക്ക് 100 ഭാഗം മരുക്കളിലും വെള്ളം വരില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ ടാങ്ക് വെച്ചിട്ട് ഇത് സംഭവിച്ചത് എപ്പോഴാണ് അറിയില്ല. ഇന്നലെയാണ് മണം വന്നിട്ടാണ് നോക്കിയത്. അതല്ല, അതിന് മുന്നുള്ള ദിവസങ്ങളിലൊക്കെ വെള്ളം ഇട്ടുണ്ട്, വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. വയലൊക്കെ മറിയാൻ തുടങ്ങിയത് കേട്ടപ്പ. അതെ, നല്ല സംശയമുണ്ടോ ആരെങ്കിലും? സംശയം പറയാനായിട്ടില്ല. കേസ് കൊടുത്തുണ്ടോ? കേസ് വന്നിട്ട് പോലീസുകാർ അവരെന്ത് പറഞ്ഞു? ഇവിടെ ഏകദേശം എത്ര കുടുംബങ്ങളുണ്ട് ഈ വെള്ളം ഉപയോഗിക്കുന്നത്? ഇവിടെ നമ്മളെ 20ഓളം കുടുംബങ്ങളുണ്ട്. 20ഓളം കുടുംബങ്ങൾക്കുള്ള വെള്ളം ഈ ടാങ്കിൽ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുട്ടികളുടെ എണ്ണത്തിന് അനുസരിച്ചാണ് സ്കൂളുകളിൽ അധ്യാപക തസ്തികകൾ അനുവദിക്കാൻ കഴിയുമെന്നും വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നത് ഭാവിയിൽ തൊഴിൽ സാധ്യതകളെ ബാധിക്കാമെന്നും പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആസിഫ് അലിയാർ പറഞ്ഞു. ഇന്നത്തെ സാഹചര്യത്തിൽ കുട്ടികളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ വേദികൾ ഇല്ലാത്തത് ആശങ്കാജനകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ആത്മബന്ധം മുൻകാലങ്ങളിലെ പോലെ ശക്തമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് പ്രസ് ക്ലബ്ബിൽ SSLC+2 വിജയികൾക്ക് ഏർപ്പെടുത്തിയ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ. പല സർക്കാർ സ്കൂളുകളും അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ പ്രവേശനത്തിന്റെ പിന്തുണയോടെയാണ് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്നത്തെ സാഹചര്യത്തിൽ കുട്ടികളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ മതിയായ വേദികൾ ഇല്ലാത്തത് ആശങ്കാജനകമാണ്. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ആത്മബന്ധം മുൻകാലത്തെ പോലെ ശക്തമല്ലാത്തത് വിദ്യാഭ്യാസ മേഖലയിലെ ഒരു അപജയമാണ്. 1-ാം ക്ലാസ് മുതൽ തന്നെ പഠന നിലവാരം ക്രമാതീതമായി ഉയർത്തിക്കൊണ്ടുവരുമ്പോഴാണ് 10-ാം ക്ലാസ്സിൽ മികച്ച വിജയം കൈവരിക്കാനാകുന്നത്. ഒരു വിദ്യാർത്ഥിയുടെ കഴിവും വ്യക്തിത്വവും മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്താനാകില്ല. മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ആർക്കും കുറ്റബോധം തോന്നേണ്ടതില്ല. വിവിധ സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്തുന്നതെന്നും സൗഹൃദം, പരസ്പര ബഹുമാനവും ചെറുപ്പം മുതൽ വളർത്തിയെടുക്കേണ്ടതുണ്ടെന്നും ആലിയാർ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ വിജയം വ്യക്തിപരമായ നേട്ടങ്ങളല്ല, അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സമൂഹത്തിന്റെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചുരുക്കി പറഞ്ഞാൽ കേരള സംസ്ഥാനത്ത് ഇപ്പോൾ ഏജ്ഡ് പോപ്പുലേഷനാണ് കൂടുതൽ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം പുതിയതായിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കുട്ടികളുടെ എണ്ണം കേരളത്തിൽ കുറഞ്ഞു വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ എല്ലാവരുടെയും ഭാര്യമാരും ഭർത്താക്കന്മാരൊക്കെ വിദ്യാഭ്യാസ വകുപ്പിൽ അധ്യാപകരൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്.
കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് മാത്രമാണ് അധ്യാപകർക്ക് പോസ്റ്റ് ഉണ്ടാവുള്ളൂ. പാലക്കാട് ജില്ലയിൽ കുട്ടികൾ ആരും ഇല്ലെങ്കിൽ കൂടി പാലക്കാട് ഡി ഓഫീസ് അവിടെ തന്നെ ഉണ്ടാവും, ഡി ഓഫീസിലുള്ള സ്റ്റാഫ് അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ സ്കൂളുകളിൽ അങ്ങനെയല്ല. സ്കൂളുകൾക്ക് ഒരു വർഷം എത്ര കുട്ടികളുണ്ട് ഓരോ ക്ലാസ്സിലും ആ കണക്കനുസരിച്ചിട്ടാണ് അധ്യാപകരുടെ പോസ്റ്റ് വരുന്നത്. കുട്ടികൾ കുറയും. ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെയാണെങ്കിൽ ഇപ്പോൾ 1.3 ആണ്. സ്വാഭാവികമായിട്ട് അഡ്മിഷൻ കുറയും. പിന്നെ ധാരാളം സ്കൂളുകളുണ്ട്. CBSE, ICSE, സ്റ്റേറ്റ് സിലബസിൽ തന്നെ പല സ്കൂളുകളുണ്ട്. അപ്പോൾ സ്കൂളുകൾ തമ്മിലൊരു മത്സരങ്ങളുണ്ട്. പ്രസ് ക്ലബ് പ്രസിഡന്റ് നോബിൾ ജോസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എസ് സീനേഷ് സ്വാഗതവും ട്രഷറർ മുഹമ്മദ് അലി പാറക്കുളം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഷൊർണൂർ നഗരസഭയിലെ എല്ലാ വാർഡുകളിലേക്കും വൃക്ഷത്തൈകളുടെ വിതരണം നടന്നു. ഷൊർണൂർ MCFൽ നടന്ന ചടങ്ങ് ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നഗരസഭയുടെ നേതൃത്വത്തിലാണ് 35 വാർഡുകളിലേക്കായി വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുന്നത്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചാണ് വൃക്ഷത്തൈകളുടെ വിതരണം. ഷൊർണൂർ നഗരസഭയുടെ MCFൽ നടന്ന ചടങ്ങിൽ കൗൺസിലർ ഗീതയ്ക്ക് നൽകിക്കൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല വിതരണോദ്ഘാടനം നിർവഹിച്ചു. പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ ബോധവാന്മാരാക്കുകയാണ് ലക്ഷ്യമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. വാർഡുകളിലേക്ക് വൃക്ഷത്തൈകളുടെ വിതരണം ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത്. ഒരു വാർഡിലേക്ക് 100 തൈ വീതം 35 വാർഡിലേക്കായി 3500 തൈകളാണ് ഇവിടെ വിതരണം ചെയ്യപ്പെടുന്നത്. നമ്മുടെ പരിസ്ഥിതി ദിനത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിനുണ്ട്. നമ്മുടെ നഗരസഭ നമ്മുടെ ശുചിത്വത്തിലും മാലിന്യ സംസ്കരണത്തിലും അതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിനും എല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു നടപടി ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒരു വാർഡിലേക്ക് 100 വൃക്ഷത്തൈകൾ വീതം 3500 വൃക്ഷത്തൈകളാണ് വിതരണം ചെയ്യുന്നത്. ഓരോ വാർഡുകളിലെയും കൗൺസിലർമാരെ വൃക്ഷത്തൈകൾ ഏൽപ്പിക്കുകയാണ്. ചടങ്ങിൽ വൈസ് ചെയർമാൻ VK അനുരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, കൗൺസിലർമാർ, സെക്രട്ടറി PS രാജേഷ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ശക്തമായ കാറ്റിലും മഴയിലും മരം കടപുഴകി വീണ് വീട് തകർന്നു. കേളശ്ശേരി കല്ലൂർ പതിയാരത്തൊടി ശില്പി നിവാസിലെ PN സുകുമാരൻ്റെ വീടാണ് തകർന്നത്. ഏകദേശം 2 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നതായി അധികൃതർ പറഞ്ഞു. സമീപത്തെ തേക്കുമരം കടപുഴകി വീഴുകയായിരുന്നു. ഇന്നലെ രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. 2 നിലയുള്ള ഓടിട്ട പുരയാണ് തകർന്നത്. മേൽക്കൂര പൂർണ്ണമായും തകർന്നു. കഴുക്കോൽ, ഷീറ്റ്, സീലിംഗ് എന്നിവയും നശിച്ചു. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്കിറങ്ങിയതിനാൽ വലിയ ദുരന്തം ഒഴിവായി. സുകുമാരൻ, ഭാര്യ രാധ, മകൻ സുജിത്ത് എന്നീ 3 കുടുംബം താമസിക്കുന്ന വീടാണിത്. 2 ലക്ഷത്തോളം രൂപ നാശനഷ്ടം കണക്കാക്കുന്നതായി വീട്ടുകാർ പറഞ്ഞു. വീടിന്റെ മേൽക്കൂര തകർന്നതോടെ നിർധന കുടുംബം ആശങ്കയിലാണ്. ഭയങ്കരമായിട്ടുള്ള ഒരു ശബ്ദം കേട്ടു. ഈ ശബ്ദം കേട്ട ഉടനെ വന്ന് നോക്കിയപ്പോൾ ഈ തേക്ക് ഇങ്ങനെ പുഴങ്ങി വീണൊക്കെ വീട്ടിന്റെ മുകളിൽ കിടക്കുകയാണ്. അപ്പം ഞങ്ങൾ തട്ടിൻ്റെ മുകളിലൊക്കെ പോയി നോക്കിയപ്പോൾ ഓടൊക്കെ പൊട്ടിയിട്ട് തട്ടിൻ്റെ മുകളിൽ മുഴുവൻ നിറച്ച് വെള്ളമാണ്. അങ്ങനെ സീലിംഗ് ഉണ്ടായിരുന്നു, ആ സീലിങ്ങൊക്കെ പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ വെള്ളം നിറഞ്ഞ് നിൽക്കുമായിരുന്നു. പിന്നെ പാത്രങ്ങളൊക്കെ കുറേ വെച്ച് നോക്കി, പിന്നെ മഴ നിൽക്കുകയും ചെയ്തല്ലോ. അതുകൊണ്ട് പിന്നെ കുറേ സമാധാനം കിട്ടി മഴ നിന്നപ്പോൾ. ഇതിപ്പോൾ ഈ തേക്ക് വീഴാൻ വേണ്ടി വന്ന ഒരു കാറ്റ് എന്താ പറയുക, ഞങ്ങൾക്ക് ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. സാറേ എന്താ ചെയ്യുന്നത്? ഏകദേശം എത്ര നാശനഷ്ടങ്ങളുണ്ടായി? ഏകദേശം ഇപ്പോൾ എന്തായാലും ഇപ്പം ഇനി വീട് പൊളിച്ച് ഈ ഷീറ്റ് ഇടണം, 1 ലക്ഷത്തോളം വരും. സംഭവം അറിഞ്ഞ് വാർഡംഗം MP ശ്രീകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് ഫെബിൻ റഹിമാൻ, പരിസ്ഥിതി പ്രവർത്തകരായ KK റഹിമാൻ, PM അപ്പുക്കുട്ടൻ, കല്ലൂർ ഷാജി എന്നിവർ വീട് സന്ദർശിച്ചു. സർക്കാരിൽ നിന്നുമുള്ള സഹായം ഉടൻ നൽകണമെന്ന് വാർഡംഗം MP ശ്രീകുമാർ ആവശ്യപ്പെട്ടു. ഏതാണ്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു 1 ലക്ഷത്തിൽ കൂടുതൽ സംഖ്യയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികൃതർ ഉടനെ തന്നെ അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യണം. സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബമാണ്. അതുകൊണ്ട് പരമാവധി ആനുകൂല്യങ്ങൾ, സൗകര്യങ്ങൾ, സുകുമാരനെ ഈ പുര കുടിച്ച് മേയുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇത് പ്രകൃതിക്ഷോഭം മൂലമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഗൗരവത്തിലെടുക്കണം എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ 2ാം ഘട്ട പ്രവർത്തനങ്ങളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ആറ്റൂർ സെൻട്രലിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NS വർഗീസ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഈ പരിപാടി സമൂഹത്തിന് ഒരു സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ്. നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിലുള്ള മാലിന്യങ്ങൾ പൊതുനിരത്തിലേക്ക് വലിച്ചെറിയുന്ന സ്വഭാവമാണ് മലയാളികൾക്കുള്ളത്.
അത് പാടില്ല എന്ന് ഗവൺമെന്റ്, അത് കേരള സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും ഗവൺമെന്റ് ശക്തമായ നിർദ്ദേശങ്ങളാണ് ആ കാര്യത്തിൽ കൊടുത്തിട്ടുള്ളത്. അനാവശ്യമായി മാലിന്യങ്ങള്, പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ കത്തിച്ചാൽ വളരെ ഭീമമായ സംഖ്യയാണ് അതിന് പിഴയായിട്ട് ഈടാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ NR ബാലൻ, മീന ജലജ, സാവിത്രി, ഉദയസയന, ഷമീന, ബ്ലോക്ക് അംഗം TC രാമകൃഷ്ണൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് KM മുഹമ്മദ്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഡെന്നി, ഷീജമോൾ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ, ആറ്റൂർ അർഫ സ്കൂൾ വിദ്യാർത്ഥികൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ഉണ്ടായിരുന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA മൊഹീദ്ദീൻ സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സഫിയ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വാരണാസി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടം വരുന്നു. കിഫ്ബിയിൽ നിന്നും 1 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. 2 നിലകളായി ഒരുങ്ങുന്ന കെട്ടിടത്തിൽ താഴത്തെ നിലയിൽ 2 ലാബും മുകളിലത്തെ നിലയിൽ 2 ക്ലാസ് മുറികളും ഉണ്ടായിരിക്കും. വാരണാസി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പുതിയ കെട്ടിടം വരുന്നത്. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി വിഭാഗത്തിനാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. പട്ടാമ്പി MLA മുഹമ്മദ് ഹുസൈന്റെ ഇടപെടലിനെ തുടർന്ന് കിഫ്ബി ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ഇതിന്റെ ശിലാസ്ഥാപനം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപായി നടന്നിരുന്നു. ശോചനീയാവസ്ഥയിലായ പഴയ കെട്ടിടം പൊളിച്ചു നീക്കി ആ ഭാഗത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 2 നിലകളിലായാണ് കെട്ടിടം ഉയരുക. കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ 2 ലാബ് പ്രവർത്തിക്കും. മുകളിലത്തെ നിലയിൽ 2 ക്ലാസ് മുറികളും ഉണ്ടായിരിക്കും. പുതിയ കെട്ടിടം കൂടി വരുന്നതോടെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്കായി ആകെ 3 കെട്ടിടങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത്. വിദ്യാലയത്തിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ കെട്ടിടങ്ങൾ ഉയരുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 8 വർഷം നീണ്ടു നിൽക്കുന്ന സംസ്ഥയുടെ പുതിയ പാഠ്യപദ്ധതിയായ സമസ്ത നാഷണൽ എഡ്യൂക്കേഷണൽ കൗൺസിൽ മതഭൗതിക വിദ്യാഭ്യാസ പഠനരീതി ചെറുതുരുത്തി നൂറുൽ ഹുദ എഡ്യൂക്കേഷൻ സെന്ററിൽ തുടക്കം കുറിച്ചു. സുന്നി മഹല്ല് ഫെഡറേഷൻ തൃശൂർ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സുന്നി മഹല്ല് ഫെഡറേഷൻ തൃശൂർ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സമസ്ത നേരിട്ട് നടത്തുന്ന വിദ്യാഭ്യാസ സമിതി, ഇതിൽ മതഭൗതിക വിദ്യാഭ്യാസ സമിതി. നമ്മളിവിടെ ഒരു കാര്യം കൂടെ ചെയ്യുന്നത്, ഇവിടെ ഹിഫ്ളുൽ ഖുർആൻ പഠിക്കുന്ന കുട്ടികൾ ഹാഫിളീങ്ങളായതിനു ശേഷം അവർ ദൗറ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പരിശീലനം കഴിഞ്ഞാൽ അവരെ നേരെ SNEC മാറ്റണം എന്നുള്ളതാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ ഹാഫിളായ, പണ്ഡിതനായ, ഭൗതിക വിദ്യാഭ്യാസം കരകതമാക്കാൻ കഴിഞ്ഞ നല്ലൊരു മകനെ, പണ്ഡിതനെ ഈ സമൂഹത്തിലേക്ക് നമ്മൾ സമർപ്പിക്കുക. അതാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഉദ്ദേശം. തുടർന്ന് പുതിയതായി എത്തിയ വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്ന ചടങ്ങും ഉണ്ടായിരുന്നു. യത്തീംഖാന വർക്കിംഗ് സെക്രട്ടറി അലി ഹാജി പൊറ്റയിൽ അധ്യക്ഷത വഹിച്ചു. യത്തീംഖാന പ്രിൻസിപ്പൽ അസ്കർ അലി അൻവരി ആമുഖ പ്രഭാഷണം നടത്തി. യത്തീംഖാന ജോയിന്റ് സെക്രട്ടറി PA അബ്ദുൽ കരീം മുഖ്യപ്രഭാഷണം നടത്തി. യത്തീംഖാന സെക്രട്ടറി MP സുലൈമാൻ സ്വാഗതവും മുഹമ്മദ് കുട്ടി ഹാജി നന്ദിയും പറഞ്ഞു. നിരവധി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ നഗരസഭയിലെ കവളപ്പാറ 10ാം വാർഡ് പ്രദേശത്ത് സൗന്ദര്യവൽക്കരണത്തിന് തുടക്കമായി. വാർഡ് കൗൺസിലർ രാജഗോപാലിന്റെ സാന്നിധ്യത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല സൗന്ദര്യവൽക്കരണത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. R സുനു സ്വാഗതം പറഞ്ഞു. വാർഡ് കൗൺസിലർ രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. 9ാം വാർഡ് കൗൺസിലർ മുരുകൻ നന്ദി പറഞ്ഞു. പ്രദേശത്തെ മുതിർന്ന പൗരന്മാരും കുടുംബശ്രീ പ്രവർത്തകർ, വിവിധ ക്ലബ്ബ് പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കാളികളായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോങ്ങാട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലക്സ് സ്ഥാപിച്ച അർജന്റീന ഫാൻസിന് മറുപടിയായി കോങ്ങാട് ബ്രസീൽ ഫാൻസുകാർ രംഗത്തെത്തി. 160 അടി നീളമുള്ള അർജന്റീന ഫ്ലക്സിനെ ബ്രസീൽ ഫാൻസ് മറികടന്നത് 182 അടി നീളമുള്ള ഫ്ലക്സുമായാണ്. പിന്നാലെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും പോർച്ചുഗലും എത്തിയതോടെ കോങ്ങാട് മണ്ണ് ലോകകപ്പ് ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. 2026 ലോകകപ്പ് ഫുട്ബോൾ തങ്ങൾക്കെന്ന് ബ്രസീൽ പക്ഷം പറയുന്നു. കോങ്ങാട് കോട്ടശ്ശേരി സീഡ് ഫാമിനു സമീപം അർജന്റീനയുടെ ഫ്ലക്സ് സ്ഥാപിച്ചതിന് തൊട്ടടുത്തായാണ് കാനറിപ്പടയുടെ പടുകൂട്ടൻ ഫ്ലക്സ് ആരാധകർ ഒരുക്കിയത്. 182 അടി വീതിയും 10 അടി ഉയരവും ഉള്ളതാണ് ബ്രസീൽ ആരാധകരുടെ ഫ്ലക്സ്. കാൽപന്ത് കളിക്ക് കളമൊരുങ്ങിയതിനു മുൻപേ കാൽപന്തിനെ പ്രണയിക്കുന്ന കോങ്ങാടും ആവേശത്തിന്റെ കൊടുമുടിയിലാണ്. 160 അടി ഫ്ലക്സ് ഉയർത്തി അർജന്റീന ആരാധകർ ആവേശത്തിന് തിരികൊളുത്തിയിരുന്നു. തൊട്ടു പിന്നാലെയാണ്
182 അടി ഫ്ലക്സുമായി ബ്രസീൽ ഫാൻസും സൗഹൃദ മത്സരത്തിന് ആവേശം വിതറിയത്. പിന്നാലെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലും എത്തിയോടെ കോങ്ങടൻ മണ്ണ് ലോക ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ ഇടം പിടിച്ചു. 2002 അവസാനമായി ഞങ്ങൾ കപ്പെടുത്തു മടങ്ങിയത്. 2026 അമേരിക്കയിൽ നിന്നും ഞങ്ങൾ മടങ്ങുന്നത് കപ്പ് കയ്യിൽ പിടിച്ചായിരിക്കുമെന്നാണ് ബ്രസീൽ ഫാൻസുകാരുടെ മറുപടി. ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടി നിരവധി ബ്രസീൽ ആരാധകരുടെ നേതൃത്വത്തിലാണ് കോങ്ങാട് ഭീമൻ ഫ്ലക്സ് ഉയർത്തിയത്. പ്രവാസി കൂട്ടായ്മയുടെ സാമ്പത്തിക സഹായത്തോടെയും നാട്ടിലെ ബ്രസീൽ ആരാധകരുടെ സഹകരണത്തോടെയും ആണ് ഇത്തരം വലിയ ഫ്ലക്സ് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയത്. സീഡ് ഫാമിന് സമീപം പ്രധാന പാതയിലാണ് ഫ്ലക്സ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് കണ്ട് വാഹനങ്ങൾ റോഡരികിൽ നിർത്തും. ചിലരൊക്കെ മുന്നിൽ നിന്ന് സെൽഫി എടുക്കും. കഴിഞ്ഞ ലോകകപ്പിന് 150 അടി നീളമുള്ള ഫ്ലക്സ് ആയിരുന്നു ബ്രസീൽ ഫാൻസ് ഒരുക്കിയിരുന്നത്. ഇത്തവണ 75,000 രൂപ വരെ ഫ്ലക്സ് ഒരുക്കുന്നതിന് ചെലവായതായി ആരാധകർ പറഞ്ഞു. റോഡിന്റെ മറുവശത്ത് പോർച്ചുഗൽ ഫാൻസും ഫ്ലക്സ് ഉയർത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായി പുണ്യേടൻ വായനശാലയിൽ പ്രതിഭകളെ ആദരിക്കലും പഠനോപകരണങ്ങളുടെ വിതരണവും നടന്നു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് മെമ്പർ കേശവൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വായനശാല ഹാളിൽ നടന്ന പരിപാടിയിൽ 100-ലധികം കുട്ടികൾക്ക് ഉപഹാരങ്ങളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ചടങ്ങിനോടനുബന്ധിച്ച് ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നടന്നു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് അംഗം കേശവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ആർ റിൻസി അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ AB പ്രസാദ്, മാത്തൂർ വിനായക വുഡ്സ് മാനേജിംഗ് ഡയറക്ടർ കൃഷ്ണപ്രിയ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുകയും വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. വായനശാല എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ പത്മാവതി ടീച്ചർ, അർച്ചന ടീച്ചർ, സുജി വിജയ്, എ സെറീന, വി ഗിരിജ ടീച്ചർ, റിനിഷ സുഭാഷ്, PK ആതിര എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി അജേഷ് മാസ്റ്റർ സ്വാഗതവും ലൈബ്രറിയൻ വി ചിത്ര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കുടുംബശ്രീ ജില്ലാ മിഷൻ മങ്കര ഗ്രാമപഞ്ചായത്ത് CDS എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഓണത്തിന് ഒരു മുറം ചെണ്ടുമല്ലി പദ്ധതിയുടെ ഭാഗമായി നടിൽ ഉത്സവം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA വിനിത ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കറിയാം, ജില്ലാ മിഷൻ സംയുക്തമായി മങ്കര ഗ്രാമപഞ്ചായത്തും CDSും നടത്തുന്ന നിറപ്പൊലിമ ചെണ്ടുമല്ലി കൃഷിയുടെ ഒരു ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾക്കറിയാം, നമ്മളുടെ ഉടനീളം സംഘകൃഷികൾ ഈ ചെണ്ടുമല്ലി ഓണത്തിന് ഒരു മുറം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനൊരു നടിയിൽ ഉത്സവം നമ്മളിവിടെ നടക്കുന്നത്. നമ്മുടെ വാർഡുകളിലും ഇവിടെ മാത്രമല്ല, നമ്മുടെ കുടുംബശ്രീ നടത്തുന്ന സംരംഭങ്ങൾ ഇതുപോലെ ചെണ്ടുമല്ലി അതുപോലെ പച്ചക്കറികൾ മുഴുവൻ നമ്മുടെ മങ്കര ഗ്രാമപഞ്ചായത്തിൽ ഉടനീളം നമുക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടി കഴിയണം. വാർഡംഗം VR രമേശ് അധ്യക്ഷത വഹിച്ചു. ലീല ബാലകൃഷ്ണൻ, ബ്ലോക്ക് കോർഡിനേറ്റർ KA നൌഷാദ്, പഞ്ചായത്ത് അംഗം ആസിയ ഹമീദ്, ചാർജ് ഓഫീസർ പ്രമോദ് എന്നിവർ സംസാരിച്ചു. CDS ചെയർപേഴ്സൺ K ബിന്ദു സ്വാഗതവും സത്യഭാമ നന്ദിയും പറഞ്ഞു. പഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികളും പങ്കെടുത്തു. ഏകദേശം 1/2 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ഇറക്കുന്നത്. ശ്രേയസ് സംഘകൃഷി, ജൈവിക അക്ഷയ പ്ലാന്റ് നഴ്സറി കൃഷി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൃഷി ഇറക്കുന്നത്. സരിത, ജയശ്രീ, ശ്രീലക്ഷ്മി, രജനി എന്നിവരാണ് ചെണ്ടുമല്ലി കൃഷിക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഞ്ചിക്കോട് IITയിൽ വിദ്യാർത്ഥിനിയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസ്. പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ പോലീസ് പാലക്കാട്ടെത്തിച്ചു. നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളിയെ പോലീസ് പിടികൂടിയത് കൊൽക്കത്തയിൽ നിന്ന്. പ്രതി പരിക്കേൽപ്പിച്ചത് തമിഴ്നാട് സേലം സ്വദേശിനിയും വിദ്യാർത്ഥിനിയുമായ അശ്വതി കണ്ണനു നേരെ. ഗൾഫ് യുദ്ധത്തിന്റെ മറവിൽ പെട്രോൾ, ഡീസൽ, കരിഞ്ചന്ത വിൽപ്പന തഴച്ചു വളരുകയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KS അലിഗ. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൊതുവിപണിയിൽ ഇടപെടാതെ പരാജയമായി മാറിയെന്നും KS അലിഗ. ഇന്ധന വില വർധനവിനെതിരെ പാലക്കാട്ട് CPMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി. ഒറ്റപ്പാലത്തും കോട്ടായിലും CPMന്റെ പ്രതിഷേധം. തൃശൂർ DMO ഓഫീസിലേക്ക് തൃശൂർ ജൂബിലി, അമല ആശുപത്രികളിലെ UNA നഴ്സുമാരുടെ പ്രതിഷേധ മാർച്ച്. മാർച്ച് സംഘടിപ്പിച്ചത് ആശുപത്രികളിലെ നഴ്സുമാർ സമരത്തിനായതിനാൽ നഴ്സിംഗ് വിദ്യാർത്ഥിനികളെയും ജീവനക്കാരെയും ഉപയോഗിച്ച് ചികിത്സ നടത്തുന്നുവെന്ന ആരോപണമുയർത്തി. പ്രശ്നം ഉടൻ പരിഹരിക്കണമെന്ന് സമര നേതാക്കൾ. ഒരാഴ്ചയ്ക്കുള്ളിൽ ശാശ്വത പരിഹാരം കാണുമെന്ന് ഡെപ്യൂട്ടി DMOയുടെ ഉറപ്പ്. കേളശ്ശേരിയിൽ കൊയ്ത്ത് കഴിഞ്ഞ് 3 മാസമായിട്ടും നാളിതുവരെ കർഷകർക്ക് കിട്ടേണ്ട നെല്ലിന്റെ സംഭരണ വില കിട്ടാത്തതിൽ കർഷകർ ആശങ്കയിൽ. പല കർഷകർക്കും PRS സൊസൈറ്റിയിലേക്ക് അടിച്ചു വന്നെങ്കിലും ധനകാര്യ സ്ഥാപനമാറ്റവും കർഷകർക്ക് പ്രതിസന്ധി. കർഷകർക്ക് ഉടൻ പണം ലഭ്യമാക്കാൻ സർക്കാർ ഇടപെടണമെന്ന് BJP പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് MP ശ്രീകുമാർ മാസ്റ്റർ. കേരളത്തിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യകാർഷിക വസ്തുവായി പരിഗണിച്ച് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും നിയമാനുസൃതവും സുരക്ഷിതവുമായി കന്നുകാലികളെ കച്ചവടം ചെയ്യുന്നതിന് സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കേരള കന്നുകാലി ആൻഡ് മാംസ വ്യാപാര ക്ഷേമ സമിതി.
മേഖലയിൽ 2-3 വർഷമായി ലഭ്യതക്കുറവും ഭീമമായ വിലയും കേരളത്തിലെ ഇറച്ചി മാർക്കറ്റിൽ വിലവർധനയ്ക്ക് കാരണമായതായും സംസ്ഥാന സമിതി നേതാക്കൾ. ജന്തുദ്രോഹം ആരോപിച്ച് സംഘടിതമായി പിടിച്ചെടുത്ത് കേസെടുത്ത് ഗോശാലകളിലേക്ക് അയക്കുന്ന നടപടി പ്രതിഷേധാർഹമെന്നും നേതാക്കൾ. പട്ടിയെ കൊന്ന് കുടിവെള്ള ടാങ്കിലിട്ട സാമൂഹ്യദ്രോഹി. പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലെ കൊല്ലങ്കോട് പറമ്പ് കുടിവെള്ള ടാങ്കിലാണ് സാമൂഹ്യദ്രോഹിയുടെ കൊടുംക്രൂരത. 20ഓളം കുടുംബങ്ങളുടെ കുടിവെള്ള സ്രോതസ് മുട്ടിച്ച സാമൂഹ്യദ്രോഹിയെ കണ്ടെത്തി കടുത്ത ശിക്ഷ നൽകണമെന്ന് പ്രദേശവാസികൾ. കുട്ടികളുടെ എണ്ണത്തിന് അനുബന്ധിച്ചാണ് സ്കൂളിൽ അധ്യാപക തസ്തികകൾ അനുവദിക്കാൻ കഴിയുമെന്നും വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നത് ഭാവിയിൽ തൊഴിൽ സാധ്യതകളെ ബാധിക്കുമെന്നും പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആസിഫ് അലിയാർ. ഇന്നത്തെ സാഹചര്യത്തിൽ കുട്ടികളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ വേദികൾ ഇല്ലാത്തത് ആശങ്കാജനകമാണെന്നും ആസിഫ് അലിയാർ. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ആത്മബന്ധം മുൻകാലത്തെ പോലെ ശക്തമല്ലെന്നും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ. കോങ്ങാട്ടിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലെക്സ് സ്ഥാപിച്ച അർജന്റീന ഫാൻസിന് മറുപടിയുമായി കോങ്ങാട്ടെ ബ്രസീൽ ഫാൻസ്. 160 അടി നീളമുള്ള അർജന്റീന ഫ്ലെക്സിനെ ബ്രസീൽ ഫാൻസ് മറികടന്നത് 182 അടിയുള്ള ഫ്ലെക്സുമായി. പിന്നാലെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലും കളം പിടിച്ചതോടെ കോങ്ങാട് മണ്ണ് ലോകകപ്പ് ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ ഇടം പിടിച്ചു. 2026 ലോകകപ്പ് തങ്ങൾക്കെന്ന് ബ്രസീൽ ഫാൻസ്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.